കാരണം ഇസ്ലാമാണ് ഏറ്റവും വലിയത്. അൽ ഹുബ്ബു ഫില്ലാഹ്, അല്ലാഹുവിനെ സ്നേഹിക്കുക, അവന്റെ ദീനിനെ സ്നേഹിക്കൽ, അല്ലാഹുവിനെ സ്നേഹിക്കല, ആ ദീന്റെ പ്രവർത്തകന്മാരെ സ്നേഹിക്കുക. അതിൽ കൂടുതൽ പ്രവർത്തിച്ച ആളുകൾ നമ്മൾ സ്നേഹിക്കണം. കണ്ടോ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ആരംഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിൽ മരണപ്പെട്ട ഒരു മഹദിയാണ് ബഹുമാനപ്പെട്ട ബീവി ഖദീജത്തുൽ കുബ്ര. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് മരിച്ചുപോയ ഒരു മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ. റസൂലുള്ളാഹിക്ക് 50 വയസ്സായപ്പോ ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു പോയി. പാവനമായ ദീനിന് വേണ്ടി മറ്റാരേക്കാളും ഏറെ ത്യാഗം സഹിച്ചൊരു മഹദിയാണ് ഖദീജത്തുൽ കുബ്ര. ആർക്കും അത് നിഷേധിക്കാൻ കഴിയില്ല. ആദ്യ കാലഘട്ടത്തിൽ ഈ 10 വർഷക്കാലം നുബുവത്ത് ലഭിച്ച് 50 വയസ്സ് റസൂലുള്ളാഹിക്ക് കടന്നു വരുന്നത് വരെ, അഥവാ 10 കൊല്ലം ആ ദീനിന് വേണ്ടി പണം ചെലവഴിച്ചത് ഖദീജ റളിയല്ലാഹു തആലയുടെ സമ്പത്താ. പാവനമായ ദീനിന്റെ ആരംഭഘട്ടം ഏറെ പ്രയാസങ്ങളുള്ള സമയം. മുഹമ്മദ് നബിക്ക് തന്നെയും പുറത്ത് ഇറങ്ങാൻ പറ്റാത്തൊരു കാലഘട്ടം. മദീനയിലെത്തിയപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. 10 കൊല്ലക്കാലം നുബുവത്തിന് ശേഷം മുഹമ്മദ് നബി മക്കയിൽ താമസിക്കുമ്പോൾ ഏറെ പ്രയാസമാണ്. ആ പ്രയാസങ്ങൾക്ക് മുഴുവനും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങൾക്ക് മുഴുവനും അല്ലാഹുവിന്റെ റസൂലിന്റെ താങ്ങും തണലുമായി നിന്നത് ഖദീജത്തുൽ കുബ്രയാ. ഖദീജ റളിയല്ലാഹു തആലയുടെ സമ്പത്താണ്. ഖദീജ റളിയല്ലാഹു തആലയെ ഭയപ്പെട്ടുകൊണ്ടാണ് ശത്രുക്കൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ ആക്രമിക്കാതിരുന്നത്. സമ്പത്ത് മാത്രമല്ല, തന്റെ മുഴുവൻ പ്രൗഢിയും മുഴുവൻ കഴിവും ദീനിന് വേണ്ടി വിനിയോഗിച്ചൊരു മഹദിയാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര. ആരംഭ റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, 300ഉം 400ഉം ബിംബങ്ങളെ പൂജിക്കുന്ന ആളുകളാണ് ഈ മക്കത്തുള്ളത്. ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു കലിമ തൗഹീദുമായി രംഗത്ത് വന്നാൽ ഒരേ ഇലാഹിൽ വിശ്വസിക്കണം എന്ന ദൗത്യവുമായി ഈ സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങളും പ്രയാസങ്ങളും എന്തായിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ ചിന്തിച്ചു, ബുദ്ധിമാനല്ലേ. 300ഉം 400ഉം ബിംബങ്ങളെ വെച്ച് പൂജിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിലേക്ക് ഒരു ഇലാഹ് എന്ന ദൗത്യവുമായി കടന്നു വന്നുള്ള സ്ഥിതി എന്താ? അല്ലാഹുവിന്റെ റസൂൽ ആകെ ചിന്തിച്ചു. അന്ന് ഖദീജ ബീവിയാണുള്ളത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന് ധൈര്യം കൊടുക്കുന്നു. കണ്ടോ, ഖല്ലാ വല്ലാഹി മാ യുഹ്സികല്ലാഹു അബദാ. ഒന്നും പേടിക്കണ്ട, നിങ്ങളൊന്നും ഭയപ്പെടണ്ട, അല്ലാഹു നിങ്ങളെ പരാജയപ്പെടുത്തുകയില്ല എന്ന് ധൈര്യം കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹിക്ക്. ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്ക് ധൈര്യം കൊടുത്ത നേതൃത്വ നിരയിലെ ഒന്നാമത്തെ മഹദിയാണ് ഖദീജത്തുൽ കുബ്ര. ആരംഭം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ധൈര്യം കൊടുത്തതിന് ശേഷം ഖദീജയും എല്ലാം കൂട്ടിക്കൊണ്ടുപോയി. അന്ന് വറഖത്ത് ബിൻ നൗഫൽ എന്നൊരു മഹാനുണ്ട്. ഇസ്ലാമിന്റെ മുമ്പ് നസറാക്കളുടെ കൂട്ടത്തിൽ ജീവിച്ച, ഇഞ്ചീൽ വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പണ്ഡിതനാണ് അദ്ദേഹം. അയാൾ അരികത്ത് റസൂലുള്ളാഹിനെ കൂട്ടിക്കൊണ്ടുപോയി റസൂലുള്ളാഹിക്ക് സമാധാനമുണ്ടാകാൻ വേണ്ടി അയാളുമായി ചില സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ എല്ലാ രംഗത്തും ഒരു സമ്പത്ത് മാത്രമല്ല, സമ്പത്ത് മുഴുവനും ചെലവഴിക്കുന്നതിന്റെ കൂടെ റസൂലുള്ളാഹിക്ക് ഹിമ്മത്ത് പകർന്നു കൊടുത്ത, ധൈര്യം പകർന്നു കൊടുത്ത, റസൂലുള്ളാഹിക്ക് മനക്കരുത്തുണ്ടാകാൻ ആവശ്യമായ എല്ലാ മാർഗങ്ങളും സ്വീകരിച്ച മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹ മരിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട മുഹമ്മദുർ റസൂലുള്ളാഹി ജന്നത്തുൽ മഹല്ലയിലാണ് മറവ് ചെയ്യപ്പെട്ടത്. ഇപ്പോഴും നമ്മൾ അവർക്ക് സിയാറത്ത് ചെയ്യാൻ പോകാം. മക്കയിലെ മുസ്ലിമീങ്ങളെ മറവ് ചെയ്യപ്പെടുന്ന ജന്നത്തുൽ മഹല്ലയിൽ എല്ലാ ദിവസവും അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ അതിന്റെ ഗേറ്റ് തുറക്കും. ആ ഗേറ്റ് തുറന്നാൽ അവിടെ സിയാറത്തിന് പോകും എല്ലാവരും. അങ്ങ് അറ്റത്ത്
ബഹുമാനപ്പെട്ട ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ ഖബറുണ്ട്, അവിടെ സിയാറത്ത് ചെയ്യാറുണ്ട്. എല്ലാ മുസ്ലിമീങ്ങളും അവിടെ കൊണ്ടുപോയി മറവ് ചെയ്തു. ഏതാനും സമയം കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് അമ്പാടും ഭാര്യമാരുണ്ടെങ്കിലും കുടുംബക്കാരുണ്ടെങ്കിലും ബന്ധപ്പെട്ടവരുണ്ടെങ്കിലും ശിഷ്യന്മാരുണ്ടെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും സ്നേഹിച്ചത് ഖദീജ ബീവിനെയാ. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, റസൂലുള്ളാഹിന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും സ്നേഹിച്ചത് ഖദീജ ബീവിനെയാ. എനിക്ക് തന്നെ തോന്നിപ്പോയി, പടച്ചോനെ, ആ ഖദീജാവിന്റെ പവർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ, ഖദീജാവിനെ പോലെ ഞാനും റസൂലുള്ളാഹിക്ക് മഹബ്ബത്തുള്ള ഒരു ഭാര്യയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയി. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ എന്താ കാരണം? ആ ദീനിന് വേണ്ടി പ്രവർത്തിച്ച മഹദി ഖദീജ റളിയല്ലാഹു തആല മൗലിദോതും മുഹമ്മദുർ റസൂലുള്ളാഹി. മൗലിദ് മാത്രം മോദി നിർത്തിയതല്ല. റബ്ബമാ യദ്ബഹു ശാത്തൽ ഫയുഖത്തിഹ ഇളാഅൻ ഇളാഅ. ഖദീജ ബീവിന്റെ മൗലിദ് ഓതിയിട്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്തിയ മാംസമാണ് ആട്ടുമാംസം. ആ ആടിനെ അറുത്ത് മാംസങ്ങൾ വിതരണം ചെയ്യും. ഇത് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. ദീനിന്റെ ഏറ്റവും നല്ല പ്രവർത്തകന്മാർ, ദീനിന് വേണ്ടി ഏറ്റവും ത്യാഗം ചെയ്ത മഹാന്മാർ, മുസ്ലിം ഉമ്മത്തിന് അവരെ മറക്കാൻ പാടില്ല. അവരെ മൗലിദോദരമെന്നും അവരെ മദ്ഹ് പറയണമെന്നും ആ മഹാന്മാരുടെ പേരിൽ ഏറ്റവും നല്ല ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്ത് അവർക്ക് ഇതിന്റെ പ്രതിഫലം റഹ്മാനായ റബ്ബിനെ എത്തിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്തു ആ മഹാന്മാരോട് നന്ദി കാണിക്കണം പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. അതുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്ത് അന്നു മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ മഹാന്മാർ, ദീനിന് വേണ്ടി ത്യാഗങ്ങൾ ചെയ്ത ബദരീങ്ങളാവട്ടെ, മഹാരഥന്മാരാരാവട്ടെ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, അവരെ മൗലിദും മദ്ഹുകളും ഓതുകയും ആ മഹാന്മാരുടെ പേരിൽ സ്വതക്ക ചെയ്യുകയും ആണ്ട് കഴിക്കുകയും നേർച്ച നടത്തുകയും ചെയ്യുന്ന പതിവ് മുസ്ലിം ഉമ്മത്ത് സ്വീകരിച്ചത് ഖദീജ ബീവിക്ക് റസൂലുള്ളാഹി കാട്ടിയ